നമസ്തേ. ഇനിഷ്യൽ ഡേയ്സിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ മുന്നിൽ വളരെ എളുപ്പത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശിവനായിരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പോലും എന്തുകൊണ്ട് ശിവൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത്. അതിനോട് ക്യൂരിയോസിറ്റി ആയി എനിക്ക് ശിവനോട് വളരെയധികം ഇഷ്ടം തോന്നി. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു. സോ എല്ലാത്തിൻ്റെയും സൃഷ്ടിക്കാനും സംഹരിക്കാനും ഉള്ള ഒരു ശക്തിയുള്ളതായിട്ടുള്ള ശിവന്റെ ഊർജം എന്ന് പറയുന്നത് അതീവമായിട്ടുള്ള തീവ്രതയുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളെ പല കാര്യങ്ങളിലും നമ്മൾ വീക്ക് ആകുന്ന സമയത്തും നമ്മൾ ഡൗൺ ആകുന്ന സമയത്തും ഒക്കെ ശിവന്റെ ഊർജത്തിലൂടെ നമുക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മതമാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. സെമറ്റിക് റിലീജിയൻസോ എബ്രഹാമിക് റിലീജിയൻസോ ഒക്കെ പറയുന്നത് പോലെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഉട്ടോപ്യൻ ചിന്താഗതി അവതരിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ ഭൂമിയിലെല്ലാം ക്ലിയർ ആയില്ലെങ്കിലും ധർമ്മമാണ് ഏറ്റവും വലിയ ആയുധം. ധർമ്മത്തിന് വേണ്ടിയും സത്യത്തിനു വേണ്ടിയും നീതിക്ക് വേണ്ടിയും നിലകൊള്ളുക, കർമ്മത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള തത്വശാസ്ത്രങ്ങളാണ് എനിക്ക് ഹൈന്ദവ പുരാണങ്ങളിലൂടെ അല്ലെങ്കിൽ ഹിന്ദുവശത്തിലൂടെ ആസ് എ വോൾ പോകുന്ന സമയത്ത് മനസ്സിലായത്. ഹിന്ദുവിസത്തിന് അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു മതം എന്നതിനപ്പുറത്തേക്ക് അതിനേക്കാളും എത്രയോ ബൃഹത്തായിട്ടുള്ള ഒരു സംസ്കാരമാണ് എന്ന് പറയാനുള്ള കാരണം. തീർച്ചയായിട്ടും ഏത് രീതിയിലുള്ള ദേവന്മാരുണ്ട്, പല രീതിയിലുള്ള പേഴ്സോണിഫിക്കേഷൻസ് ഉണ്ട്. അവരെയൊക്കെ നമ്മൾ ആരാധിക്കുക എന്ന് പറയുമ്പോൾ പലതും സിംബോളിസം അല്ലെങ്കിൽ ദൈവത്തിന്റെ പേഴ്സോണിഫിക്കേഷന്റെ വളരെ സയന്റിഫിക്കും റിയലിസ്റ്റിക്കുമായിട്ടുള്ള നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കാൻ പാകത്തിനുള്ള രൂപങ്ങളെയാണ് നമുക്ക് ഹിന്ദുവിസത്തിലേക്ക് വരുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. പലരും പറയും പാഗൻ ബിലീഫാണ് അല്ലെങ്കിൽ ഇതിലൊക്കെ വിഗ്രഹാരാധനയുണ്ട് എന്നൊക്കെ. തീർച്ചയായിട്ടും അതൊക്കെ വളരെ വിഡ്ഢിതരമാണ്. കാരണം എന്തുകൊണ്ട് വിഗ്രഹത്തെ ആരാധിക്കുന്നു, എന്തുകൊണ്ടാണ് ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദേവീ ദേവന്മാർക്ക് തീവ്രമായിട്ടുള്ള ഭാവങ്ങളും രൂപങ്ങളും വരുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഉത്തരമുണ്ട്. ഈ ഉത്തരം അന്വേഷിച്ച് പോവാത്ത ആൾക്കാരാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ദൈവങ്ങളെ കുറ്റം പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ ഉണ്ട്. അദ്ദേഹത്തിനെ ഞാൻ ഒരു പേരും വിളിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഈ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പല മനുഷ്യരുടെയും കൂടെ ശിവനും കൃഷ്ണനും അല്ലെങ്കിൽ വിഷ്ണുവും ഗണപതിയും ഒക്കെ അല്ലെങ്കിൽ ഭദ്രകാളിയും ഒക്കെ കൂടെ നിൽക്കുന്നത് ഞാൻ ഒരുപാട് പേരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ തകർന്നു പോകുന്ന സമയത്ത്, ഒരു മനഃശാസ്ത്രത്തിന് പോലും രക്ഷിക്കാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത്, പണത്തിനോ മനുഷ്യനോ രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് പേഴ്സോണിഫൈഡ് ആയിട്ടുള്ള ആ ഒരു അൾട്ടിമേറ്റ് ഡിവൈൻ എനർജിയുടെ ചൈതന്യത്തിന്റെ ആ ഒരു രൂപം, അവരിഷ്ടപ്പെടുന്നതായിട്ടുള്ള ഇഷ്ടദേവന്റെയോ ദേവിയുടെയോ ദേവതയുടെ രൂപം, അതാണ് അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈലി പോസിറ്റീവായുള്ള എനർജി നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാനുള്ള യൂണിവേഴ്സ് തന്നെ നമുക്ക് തന്നിട്ടുള്ളതായിട്ടുള്ള നമ്മുടെ കോൺഷ്യസ് ബ്രെയിനിനെ ടൈം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം തന്നെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഇത്തരത്തിലുള്ള ദേവീദേവന്മാരുടെ സങ്കല്പം എന്ന് പറയുന്നത്. ഇവരൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും തീവ്രമായിട്ട് വാദിക്കേണ്ട ആവശ്യമില്ല. ഇവരുടെയൊക്കെ കാര്യങ്ങൾ, ഓരോ സിംബോളിസം എന്താണ് ശിവന്റെ ഓരോ ഭാഗങ്ങളും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ തന്നെ അതിന്റെ അത്രയും വിശാലമായിട്ടുള്ള ചിന്തയും ജ്ഞാനവും നമ്മളിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആത്മീയ ജ്ഞാനങ്ങൾ നമ്മൾക്ക് കൂടുതൽ ലഭിക്കും തോറും നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും സ്പിരിച്വൽ ഡയമെൻഷന്റെ ഓരോ പടികളും, മാനസിക തലവും അതിനപ്പുറത്തേക്കുള്ള കാരണതലവും ഒക്കെ നമ്മൾ കയറി കയറി പടിപടിയായിട്ട് അൾട്ടിമേറ്റ് ഡിവൈൻ സോഴ്സിന്റെ അടുത്തേക്ക് എത്തുകയാണ്. നമ്മളൊക്കെ പണ്ടായിരുന്നതായിട്ടുള്ള അവസ്ഥയിൽ പ്രാചീന ഭാരതത്തിൽ പുറത്തു നിന്നുള്ള പല ശക്തികളും വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ദേവീ ദേവന്മാരെ പാഗൻ ബിലീഫ്സ് അല്ലെങ്കിൽ പൈശാചിക വിശ്വാസങ്ങളൊക്കെ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് പല ആൾക്കാരും ഇന്നുണ്ട് അവരുടേതല്ലാത്ത കാര്യങ്ങളെ പൈശാചികമായിട്ട് കാണുന്ന വ്യക്തിത്വങ്ങൾ. അതിന്റെ ഒരു പഴയകാല രൂപം മാത്രമാണത്. ഇവിടെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതും പറയേണ്ടതായിട്ട് വരും. എന്തുതന്നെയായാലും വേദങ്ങളിലൂടെയും നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആരും പൊട്ടിമുളച്ചിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം മനുഷ്യഭാവങ്ങളും നമ്മളൊക്കെയും എല്ലാവരും ഇന്ന് ഈ ലോകത്ത് മിക്സഡ് ബ്ലഡ് ആണ്. എല്ലാവരുടെയും ബ്ലഡ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും ചൈനയിൽ നിന്നും എല്ലാത്തിൽ നിന്നും വളരെ മിക്സഡ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. നമുക്ക് ഇന്ത്യയിൽ അത്രയും മനോഹരമായിട്ടുള്ള മനുഷ്യന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏത് രൂപത്തിലും ഭാവത്തിലും നിറത്തിലും ഉള്ള ആളുകളും ഏത് രൂപത്തിലും ഭാവത്തിലും നിറത്തിലുള്ള ദൈവങ്ങളും നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ശിവന്റെ ഊർജം ഉപയോഗിച്ചുകൊണ്ട് എനർജി വാമ്പറിസം അല്ലെങ്കിൽ എനർജി വാമ്പയേഴ്സിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുക? എനർജി വാമ്പയേഴ്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതെങ്ങനെയാണ് നമുക്ക് സൈക്കോ സ്പിരിച്വലി ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുക? ശിവന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് വിജയകരമായിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കാലത്തിന് മുൻപ് ഞാൻ പറഞ്ഞു, മെഡിറ്റേഷൻ ചെയ്യുന്ന ആദ്യ നാളുകളിൽ എന്തുകൊണ്ട് ശിവൻ പ്രത്യക്ഷപ്പെട്ടു ഞാൻ ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ അവസ്ഥകളെ കുറിച്ച്.
അതിനുശേഷം ഞാൻ വീണ്ടും അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ചില ചിന്തകളും ചില കാര്യങ്ങളും എൻ്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ചില അനുഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ആരാണ് ഈ എനർജി വാമ്പയേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ സൃഷ്ടാവിൽ നിന്നുള്ളതെല്ലാം, ക്രിയേറ്റർ ഈസ് സീക്രട്ട് ആൻഡ് ക്രിയേഷൻ ഈസ് ഫിൽത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരും നല്ലത് തന്നെയാണ്. പക്ഷേ അത് മോശമായിട്ടുള്ള രൂപത്തിൽ, ഭാവത്തിൽ കാര്യങ്ങളെ ഉപയോഗിക്കുന്ന സമയത്താണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചില ആളുകളുടെ ഊർജം ചില ആളുകൾ തമ്മിൽ ചേരേണ്ടതായിട്ടുണ്ടാവില്ല. ഓറ റിപ്പല് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അവരുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പോലും താല്പര്യമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യത്തിൽ അവർക്കായിരിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥ. മറ്റ് കർമ്മങ്ങൾ, ഇവരുടെ കർമ്മങ്ങൾ മാറി മാറി ചെയ്യണം എന്നുള്ളതാണ് പ്രപഞ്ചം ഉദ്ദേശിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഞാനിവിടെ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിലല്ല സംസാരിക്കുന്നത്, ഒരു സൈക്കോ സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സയൻസിന്റെ കണ്ണിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും കണ്ടെത്താനായിട്ട് സാധിക്കില്ല. സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കാത്ത കാര്യങ്ങളും ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ആത്മീയ തലങ്ങളെ അനുഭവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഞാൻ പറയുന്നതിന്റെ തീവ്രത, അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റിൽ എഫക്റ്റോട് കൂടി സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് സെൽഫ് റിഫ്ലക്ഷന് സഹായിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എനർജി വാമ്പേഴ്സിനെ തിരിച്ചറിയാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓറയിൽ നിന്ന് തന്നെ തുടങ്ങിയത്. സോ ദെയർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഊർജത്തിനെ ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, നിങ്ങൾ ചിലരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം എനർജി ഫിൽ ആയതുപോലെ തോന്നും. ചിലരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം എനർജി ഡ്രെയിൻ ആയതുപോലെ തോന്നും. ചിലരോട് സംസാരിക്കുന്ന സമയത്ത് വളരെയധികം നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നതുപോലെ തോന്നും. അങ്ങനെ നിങ്ങളൊന്ന് കുളിച്ച് ഉറങ്ങി ധ്യാനിച്ച് മറ്റെന്തെങ്കിലും കാര്യമൊക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങളൊന്ന് റിഫ്രഷ്ഡ് ആയിട്ട് റീചാർജ് ആയിട്ട് വരുന്നത്. ഇത് എക്സ്ട്രോവേഴ്സിനും ഇൻട്രോവേഴ്സിനും ഒക്കെ സംഭവിക്കാറുണ്ട്. ആരും മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ബട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? ഇതൊന്നും ആരുടെയും കുറ്റമല്ല. പ്രപഞ്ചത്തിൽ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും, നന്മതിന്മകളും ദേവാസുരന്മാരും ഒക്കെ ഇത്തരത്തിൽ വിഹരിക്കാനായിട്ട് പല കാരണങ്ങളുമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻ നടത്തി നമ്മളെ കണ്ടെത്തി നമ്മളെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് ഈ ജന്മത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഒരാളുടെ ഓറ നിങ്ങളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യാനായിട്ട് കാരണമാകുന്നത് അവരുടെ കുറ്റം കൊണ്ടോ അവരുടെ കോൺഷ്യസ് എഫേർട്ട് കൊണ്ടോ ആയിരിക്കണമെന്നില്ല. പല കാര്യങ്ങളിലേക്കും അവരങ്ങനെ ആയി പോവുകയാണ്. നമുക്ക് അവരുടെ മറ്റു ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. സെൽഫ് സെന്റേർഡ്നെസ് ആണ് അടുത്തതായിട്ടുള്ള ഒരു കാര്യം. അതായത് സ്വന്തം കാര്യത്തിൽ മാത്രം ചുരുങ്ങി ജീവിക്കുക. ചുറ്റിനുള്ള അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും അവരുടേതായിട്ടുള്ള ഇമോഷൻസിനെ യാതൊരു രീതിയിൽ മനസ്സിലാക്കുകയോ ചുറ്റിനുള്ള ആളുകളുടേതായിട്ടുള്ള ഇമോഷൻസിനെ യാതൊരു രീതിയിൽ മനസ്സിലാക്കാതെയോ ഇവരുടെ മാത്രം ഇമോഷൻസും ഇവരുടെ മാത്രം ചിന്തകളും ഇവരുടെ മാത്രം ആശയങ്ങളും ഫിലോസഫീസും വെച്ചുകൊണ്ട് ഇവർ ജീവിച്ചു പോവുകയാണ്. എന്നാൽ ഇത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല താനും. അടുത്തതായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡ്രാമ കോൺഫ്ലിക്റ്റ് ആണ്. അതായത് നാടകീയമായ രീതിയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാരാണ് എനർജി വാമ്പയേഴ്സ് എന്ന് പറയുന്നത്. അവരുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ ഇല്ലാത്തവരോട് പോലും അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവിടെ കോൺഷ്യസ് ആയിട്ട് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. കോൺഷ്യസ് ആയിട്ടെന്ന് ഞാൻ പറയുന്നത് ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന അവസ്ഥയിൽ ഇവർ ബോധപൂർവം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവര് ബേസിക്കലി അത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് വെച്ച് ചെയ്യുന്നതല്ല. പക്ഷെ ഇതിലേക്ക് അവരായി വരികയാണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റൻസിറ്റി ആണ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് കൃത്യമായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ ഇവരെന്താണ് ചെയ്യുന്നത് പറയുന്നത് അത് മറ്റുള്ളവർക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കുന്നുണ്ട്, കാര്യങ്ങളെ അത് എങ്ങനെ ബാധിക്കുന്നുണ്ടെന്നുള്ളതൊന്നും ഇവർ ചിന്തിക്കുന്നതേ ഇല്ല. ഒരു ഇമോഷന്റെ പുറത്തായിരിക്കും ഇവർ കാര്യങ്ങളിലെ കൺക്ലൂഷനിലേക്കൊക്കെ എത്തുന്നത്. ഇമോഷണൽ ആയിട്ടാണ് ഇവർ പല കാര്യങ്ങളെയും മനസ്സിലാക്കുന്നത്. മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത് ഇവർ ചെയ്ത കാര്യങ്ങളുടെ കണക്ക് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇവരെല്ലാത്തിനും കണക്ക് പറയുന്ന ആൾക്കാരായിരിക്കും. സ്നേഹിച്ചതിനും ഒപ്പം ജീവിച്ചതിനും അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തതിനും ഒക്കെ കണക്ക് പറയും. ഇവർ ചെയ്ത കാര്യങ്ങളുടെ കണക്ക് മാത്രമേ പറയുള്ളൂ. ഇവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ ഇവർ യാതൊരു വിധത്തിലും ഗവനിക്കുകയുമില്ല. അവർക്കതൊരു വിഷയവുമല്ല. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കയറി ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യും. അതിനുശേഷം അവരെ ഇവരുടെ അടിമയാക്കിയതിനു ശേഷം ഇവർ ആ സഹായം കൊടുക്കുന്നതും സപ്പോർട്ട് കൊടുക്കുന്നതും ഒറ്റയടിക്ക് നിർത്തുകയും ചെയ്യും. ഇതൊക്കെ ഇവരുടെ സ്വഭാവമാണ്. അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ടായിരിക്കും സഹായം ഉണ്ടാകുന്നത്. ഒരു വ്യക്തിക്ക് അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരം കൊണ്ട് സഹായിക്കും. അയാളെ ആശുപത്രി കൊണ്ടുപോകാനായിട്ടുള്ള മനസ്ഥിതിയോ അതിനുള്ള പ്രവർത്തനങ്ങളോ അതിനുള്ള ഇനിഷ്യേറ്റീവോ ഒന്നും ഉണ്ടായിരിക്കുകയുമില്ല. അതുപോലെ തന്നെ ഒരുവന്റെ നെഗറ്റീവായിട്ടുള്ള ഗുണങ്ങളെ സപ്പോർട്ട് ചെയ്ത് പാമ്പർ ചെയ്ത് അതങ്ങനെ ആയി മാറട്ടെ എന്നുള്ള രീതിയിൽ അവരതിന് നിന്നു കൊടുക്കുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ മാനിപ്പുലേഷന് വേണ്ടിയും അല്ലാതെയും ഇവർ ഉപയോഗിക്കാറുണ്ട്. എല്ലാ കാര്യത്തിലും നെഗറ്റീവ് കാണുന്ന ഇവർ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് എതിര് നിൽക്കുകയും എന്നാൽ ഇവരുടെ കാര്യം വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അവർക്ക് ആവശ്യമായിട്ട് വരികയും ചെയ്യും. സോ ഈ എനർജി ഊറ്റി കുടിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനർജി ഫില്ല് ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയെ മറികടക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള മനഃസാന്നിധ്യവും ശക്തിയും ആവശ്യമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ശിവന്റെ ഊർജ്ജം നമ്മളിലേക്ക് ആവാഹിക്കുന്നത് വഴി എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത്.
ഇത്തരത്തിൽ ബേസിക് ആയിട്ടുള്ള ലക്ഷണങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇതിനെ ഡീൽ ചെയ്യുക, ഈ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിനെ ക്രൈസ്റ്റ് എനർജി എന്ന് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ എനർജീസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ വെളിപ്പാട് അകലെ നിങ്ങളെ സഹായിക്കുവാനായിട്ട് നിങ്ങളുടെ ഒപ്പം തന്നെ അതുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഓറയെ അത് പ്രൊട്ടക്ട് ചെയ്യുകയും പവർഫുൾ ആക്കുകയും ചെയ്യുകയാണ്. ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രോയർ ഓഫ് നെഗറ്റിവിറ്റി ആണ്. നെഗറ്റിവിറ്റിയുടെ മുകളിലാണ്, നെഗറ്റീവിനും പോസിറ്റീവിനും മുകളിൽ മറികടന്ന് നത്തിങ്നെസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു യൂണിവേഴ്സിന്റെ ഭാവമാണത്. ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ ബിഗ് ബാങ് സംഭവിക്കുന്നതിന് മുൻപ് ശൂന്യമായിരുന്നതായിട്ടുള്ള അവസ്ഥ നമുക്ക് ശിവൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ആ ശൂന്യമായിട്ടുള്ള അവസ്ഥ ഇറ്റ് സെൽഫ് ശിവ ഈസ് വാട്ട് ഈസ് നോട്ട് എന്നാണ് പറയുന്നത്. അതല്ലാത്തതെന്തോ അതാണ് ശിവന്റെ ഭാവം. അപ്പോൾ ശിവന് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ കൊടുത്തതാണ്. ശിവലിംഗത്തിന്റെ ഷേപ്പ് പോലും നോക്കിക്കഴിഞ്ഞാൽ അതൊരു സീഡിന്റെ ഷേപ്പിലേക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ഏതൊരു വിത്ത് വേണമെങ്കിലും എടുത്തു നോക്കുക, അതിനൊക്കെ ഈ ഒരു ഷേപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ്, ബിഗ് ബാങ് നടക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു അവസ്ഥയ്ക്കും സയന്റിസ്റ്റുകൾ ആ ഒരു ഷേപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആത്മീയതയിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള മാനം കഴിഞ്ഞ് അസ്ട്രൽ മാനവും കഴിഞ്ഞ് അതിനുശേഷം മാനസിക തലവും കഴിഞ്ഞ് കാരണതലത്തിലേക്ക് എത്തുന്ന സമയത്ത് ആത്മാക്കള് അവിടെ ശിവസമാധിയിലാണ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ശിവനോടൊപ്പം അവിടെ സ്ലീപ്പ് ചെയ്യുകയാണ്. സോ പരമശിവൻ എന്ന് പറയുന്നത് എല്ലാ ദേവഗണങ്ങളുടെയും എബോവായിട്ടുള്ള ഒരു അവസ്ഥയാണ്. സുപ്രീം കോൺഷ്യസ്നെസ് ആണ്, സുപ്രീം ഗോഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ മുകളിലേക്ക് പിന്നെ ഡിവൈൻ എനർജി, അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ക്രിയേഷൻ മാത്രമാണുള്ളത് എന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് ക്രിയേറ്റർക്ക് ഒരു പേഴ്സോണിഫൈഡ് ആയിട്ടുള്ള ഭാവമോ ഒരു പേരോ വിളിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എനർജി പല രീതിയിൽ ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഈ എനർജിയെ നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കുന്നത് വഴിയാണ് നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനു മുൻപ് സൈക്കോളജിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ആളുകളെ വെറുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഇവിടെ സ്നേഹിക്കുക തന്നെ വേണം. പക്ഷേ ലവ് ഫ്രം എവേ, അതായത് അല്പം മാറി നിന്ന് സ്നേഹിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് എന്നുള്ളതാണ്, നമ്മുടെ ഊർജത്തിന് നല്ലത് എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഊർജം നിങ്ങളുടെ കർമ്മത്തിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ധർമ്മത്തിനൊപ്പം എപ്പോഴും നടക്കേണ്ട ആളുകളാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ ഊർജ്ജം ഇങ്ങോട്ട് ഡ്രെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മവും നടക്കില്ല, അവർ കൂടുതൽ വഷളാവുകയും ചെയ്യും. സോ ലവ് ഫ്രം എവേ, അവരെ അകലെ നിന്ന് സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളത് നമുക്ക് ശിവന്റെ സഹായം തന്നെ ആവശ്യമാണ്. അതായത് വിശുദ്ധ ചക്ര. ശിവന്റെ രൂപത്തിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ സർപ്പത്തിനെ കാണുവാനായിട്ട് സാധിക്കും. കഴുത്തിനെ ചുറ്റിയിരിക്കുന്നതായിട്ടുള്ള കാളകൂട വിഷം കുടിക്കുന്ന സമയത്ത് ആ കഴുത്തിൽ പിടിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറയപ്പെടുന്നു. എന്തു തന്നെയാണെങ്കിലും അവിടുത്തെ നീലകണ്ഠന്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ ചക്രയുടെ ഒരു ലൊക്കേഷനാണത്. അവിടെ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയതായിട്ടുള്ള, എല്ലാ ഭയങ്ങളെയും ജീവനെ പോലും കീഴ്പ്പെടുത്തിയതായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ, ഒരു സിംബോളിസം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യോഗികളെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ലെവലിലേക്ക് എനർജി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് എ ടീച്ചർ എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നവൻ അല്ലെങ്കിൽ ഗുരു. ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യൻ എന്ന് പറയുന്ന സമയത്ത് ഗുരു പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം. അത് ദൈവനിവേശിതവും ചിന്തയുടെ പ്യുവർ ആയിട്ടുള്ള എസൻസുമായി മാറേണ്ടിയിരിക്കുന്നു. അപ്പൊ ആ സമയത്ത് ഈ വിശുദ്ധ ചക്ര ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്കതിന് സാധിക്കുക, അല്ലെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്ത് അതിന്റെ എനർജിയെ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്ത് നിർത്തുന്ന സമയത്താണ് നമുക്കതിന് സാധിക്കുക. അതിനുവേണ്ടി യോഗയുടെ പല പ്രാക്ടീസസ് ഉണ്ട്, ബ്രീത്തിങ് എക്സസൈസുകളുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളോടൊപ്പം ഡീപ്പായിട്ടുള്ള ശിവനോട് ചേർന്ന് ലയിച്ചു കൊണ്ടുള്ള ധ്യാനവും നമ്മുടെ വിശുദ്ധ ചക്രത്തിനെ പവർഫുൾ ആക്കി നിർത്താനായിട്ട് സഹായിക്കുമെന്നുള്ളതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് എനർജി വാമ്പയേഴ്സിനോട് ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിൽറ്റർ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. എന്ത് വാക്കുകൾ നിങ്ങളുടെ കണ്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്നുള്ളതിന്റെ ഒരു ഫിൽറ്റർ നിങ്ങൾക്ക് അവിടെ ലഭിക്കുകയാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പവർഫുൾ ആയിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അത് പ്രവർത്തിച്ചുകൊള്ളൂ എന്നുള്ളതാണ്. അവരോട് മോശമായിട്ട് നിങ്ങൾ സംസാരിക്കേണ്ടതില്ല, അവരോട് ദേഷ്യപ്പെടേണ്ടതില്ല. വളരെ അളന്നു മുറിച്ച് ആവശ്യത്തിനുള്ളത് മാത്രം, ഇമോഷണൽ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ കാര്യങ്ങൾ അസേർട്ടീവായിട്ട് പറയണമെങ്കിൽ വിശുദ്ധ ചക്രത്തിലേക്ക് ശിവന്റെ അനുഗ്രഹപ്രകാരമുള്ള ഊർജം നിങ്ങളെ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് പ്രശ്നം, നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നതല്ല എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ വാക്കുകൾ തന്നെയാണ് അവിടെ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഹി ഈസ് ഓൾസോ ടോക്കിംഗ് അബൌട്ട് ഈ ഒരു ഏരിയയെ കുറിച്ച് തന്നെയാണ് നമുക്ക് അദ്ദേഹം അത് പറയുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നത്.
ചക്ര മെഡിറ്റേഷൻ മുൻപുള്ള വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ചക്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള മന്ത്രം എന്താണെന്നൊക്കെ ഉള്ളത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നീലകണ്ഠൻ വിശുദ്ധ ചക്രയുടെ നിറം നീല നിറമാണുള്ളതും കൂടി മനസ്സിലാക്കുക. ധ്യാനിക്കുന്ന സമയത്ത് നീല നിറത്തിലുള്ള ഊർജം നിങ്ങളുടെ വിശുദ്ധ ചക്രയെ, ഈ നീല നിറത്തിലുള്ള ഊർജം ശിവനിൽ നിന്നോ അല്ലെങ്കിൽ സൃഷ്ടാവിൽ നിന്നോ വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ ആ ഊർജം നിങ്ങൾ ആവാഹിക്കുക നിങ്ങളുടെ വിശുദ്ധ ചക്രത്തിലേക്ക്. എന്റെ വാക്കുകളെ ശുദ്ധമാക്കണമേ, ഇമോഷണൽ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഒരു ഡിറ്റാച്ച്ഡ് സ്റ്റൈലിൽ എനിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കണമേ, എനിക്ക് അസേർട്ടീവ്നെസ് കിട്ടണം എന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ അഫേം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് വിഷ്വലൈസേഷനോടൊപ്പം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പ്രാണിക് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനർജി ബോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധ ചക്രയിലേക്ക് ആ എനർജി ചൊരിഞ്ഞു കൊടുക്കാവുന്നതാണ്. ഫ്രം ദ യൂണിവേഴ്സ് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ഊർജം വിശുദ്ധ ചക്രയിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഹൈലി പവർഫുൾ ആയിട്ട് അത് മാറുന്നതാണ്. നിങ്ങളുടെ മൊത്തത്തിലുള്ള ഓറയെ വരെ വളരെയധികം ശക്തിപ്പെടുത്താനായിട്ട് അത് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ കുണ്ടലിനി ശക്തിയെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിലെ സർപ്പം കുണ്ടലിനി ശക്തിയും കൂടി റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അൾട്ടിമേറ്റ് ആയിട്ട് കുണ്ടലിനി ശക്തി നമ്മളുടെ നട്ടലിന്റെ ഉള്ളിലൂടെയുള്ള ചെറിയതായിട്ടുള്ള ഒരു അംശത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ ഒരു ഊർജം, ആ ഒരു സർപ്പത്തിനെ ഉണർത്തുന്ന സമയത്താണ് നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ട്രൂത്ത്, റിയാലിറ്റി, നന്മതിന്മകളെ കുറിച്ചിട്ടുള്ള അറിവും എല്ലാം ലഭിക്കുന്നത്. സാത്താൻ പ്രലോഭകനാണ് എന്നാണ് ചില സെമിറ്റിക് റിലീജിയൻസ് ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത്. പക്ഷെ അവിടെ പാമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് കുണ്ടലിനി എനർജിയാണ്. വിലക്കപ്പെട്ട മരം എന്ന് പറയുന്നത് നന്മതിന്മകളെ കുറിച്ചിട്ടുള്ള അറിവ്. ആ മരത്തിന്റെ ഷേപ്പ് തന്നെ നോക്കുക, ഒരു എക്സ്പാൻഡഡ് കോൺഷ്യസ്നെസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോർഡ് ഓഫ് ബാലൻസ് ആണ്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. എനർജി വാമ്പയേഴ്സിനോട് ഇടപെടുന്ന സമയത്ത് യു ഹാവ് ടു ഗ്രൗണ്ട് യുവർ സെൽഫ്. നമ്മൾ തന്നെ ഭൂമിയിൽ നിന്നുകൊണ്ട് ബാലൻസ് ആയിക്കൊണ്ട് മാത്രമേ പ്രവർത്തിക്കാനായിട്ട് പാടുള്ളൂ. ബാലൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഹിയർ ആൻഡ് നൗ ആയിരിക്കണം. ഇപ്പോഴുള്ളതിൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. നമ്മൾ മൈൻഡ്ഫുൾ ആകേണ്ടതായിട്ടിരിക്കുന്നു. മൈൻഡ്ഫുൾനെസ് നമ്മൾ അറ്റൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാലൻസ് കിട്ടുകയാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളിലും വരാനിരിക്കുന്ന കാര്യങ്ങളിലും അധികമായിട്ട് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ഇപ്പോഴുള്ള നിങ്ങളുടെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക, ധ്യാനിക്കുക, ഡീപ് ബ്രീത്ത് ചെയ്യുക. ശിവനോട് ബാലൻസിന് വേണ്ടി എന്നെ സ്റ്റെബിലൈസ് ചെയ്യണമേ എന്നുള്ളത് ആവശ്യപ്പെടുക. യു വിൽ സീ യുവർ സെൽഫ് സ്റ്റെബിലൈസ്ഡ്. അത്ഭുതകരമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, നിങ്ങൾ വിശ്വാസത്തോടെയാണ് ഉള്ളത് എങ്കിൽ. അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ് അസേർട്ടീവിനോടൊപ്പം തന്നെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്നുള്ളത്. എന്ത് രീതിയിലാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആളുകളുമായിട്ട് കണക്ഷൻ, നിർബന്ധമാണെങ്കിൽ മാത്രം കണക്ഷൻ എടുക്കുക, അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, എൻഗേജ്മെന്റ് കുറയ്ക്കുക എന്നൊക്കെ ഉള്ളത്. അതൊരു സൈക്കോളജിക്കൽ ടെക്നിക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഓറയെ ശക്തിപ്പെടുത്തുക, മനസ്സിനെ ശക്തിപ്പെടുത്തുക. ആ രീതിയിൽ അനാവശ്യമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, അതുപോലെ തന്നെ അവരുമായിട്ടുള്ള ബന്ധപ്പെടലുകൾ ഒഴിവാക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും ഒക്കെ നല്ലത്. ബൗണ്ടറി വെച്ചിട്ടും അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ബെറ്റർ ടു സ്റ്റേ അവേ ഫ്രം ദം. അടുത്തതായിട്ട് അവരുമായിട്ടുള്ള എൻഗേജ്മെന്റിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ശിവ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോർഡ് ഓഫ് ഡിറ്റാച്ച്മെന്റ് ആണ്. നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഊർജ്ജം നമ്മളെ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കാനായിട്ട് അനുവദിക്കുകയാണ്. കൈലാസനാഥനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്നതായിട്ടുള്ള സ്ഥലത്ത് മഞ്ഞിന്റെ തണുപ്പിൽ പോലും ഒരു സുഷുപ്തിയിലായിട്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മഹായോഗികൾ മഞ്ഞിൽ സുഷുപ്തിയിലിരിക്കുന്നു. ഒരു രീതിയിലും ആ തണുപ്പ് അവരെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ശിവന്റേതായിട്ടുള്ള ഒരു പ്രത്യേക അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഊർജ്ജത്തിനെ നിങ്ങൾ ആവാഹിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ധർമ്മത്തിന്റെ സംരക്ഷകനായിട്ടുള്ള ശിവനോട് സംരക്ഷണം ആവശ്യപ്പെടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ നീല ഊർജം നിങ്ങളെ വന്ന് പൊതിയുന്നതായിട്ട് ദിവസവും വിഷ്വലൈസ് ചെയ്യുക. എനിക്ക് എന്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്, എനിക്ക് ആത്മീയമായിട്ട് വളരേണ്ടതുണ്ട്, എനിക്ക് ഭൗതികമായിട്ടുള്ള ജീവിതത്തിനെ വിജയിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങളെ കൈപിടിച്ചുയർത്താനായിട്ട് അദ്ദേഹത്തിന്റെ ബലിഷ്ഠമായിട്ടുള്ള കൈകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ശിവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള രുദ്രാക്ഷമാല, അത് ഒറിജിനൽ ആയിട്ടുള്ളത് വിശ്വാസപൂർവ്വം ധരിക്കുന്ന സമയത്ത് നമ്മുടെ ഓറയെ എംപവർ ചെയ്യാനായിട്ട് അത് സഹായിക്കുമെന്നാണ് ആത്മീയതയിൽ വിശ്വസിക്കുന്ന ആളുകൾ കരുതുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ എഴുതുന്നതായിട്ടുള്ള ഒരു പരീക്ഷ, ആ സമയത്ത് രുദ്രാക്ഷം കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു ഞാൻ എഴുതിയത്. എനിക്ക് വളരെയധികം വിജയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും തകർന്നിരിക്കുന്ന സമയങ്ങളിൽ പോലും കണ്ണുകൾ അടയ്ക്കുന്ന സമയത്ത് പ്രത്യക്ഷപ്പെടുന്നതായിട്ടുള്ള ശിവൻ നൽകുന്ന ആശ്വാസം എല്ലാവർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അനുഭൂതിയാണ്. ദ മോസ്റ്റ് പവർഫുൾ, അതുപോലെ തന്നെ പുരുഷ സ്ത്രീ ഭാവങ്ങളുടെ ബാലൻസ് ആയിട്ടുള്ള ലോർഡ് ശിവ എന്ന് പറയുന്നത് ഹൈലി പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ടറും കൂടിയാണ്. എനർജി വാമ്പയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങളുടെ സഹായം ആവശ്യമുള്ളതായിട്ട് അഭിനയിക്കും. അതായത് ഒരു വ്യക്തി തറയിൽ കാലുറപ്പിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്നുകൊണ്ട് വിളിച്ചപേക്ഷിക്കുകയാണ്, രക്ഷിക്കണേ രക്ഷിക്കണേ, വെറും അഭിനയമാണ്.
അപ്പൊ ആ സമയത്ത് നിങ്ങൾ അങ്ങോട്ടേക്ക് രക്ഷിക്കാൻ ചെല്ലുന്ന സമയത്ത് നിങ്ങളെയും കൂടെ വലിച്ച് താഴെ ഇടുന്നതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സമയങ്ങളിലൊക്കെ നിങ്ങളുടെ മനസ്സിന് കൃത്യമായിട്ട് അസർട്ടീവായിട്ട് നിങ്ങളുടെ ലോജിക്ക്, നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശിവനെ പോലെ തറയിൽ ഇരുപ്പുറപ്പിച്ചുകൊണ്ട്, യാഥാർത്ഥ്യത്തിനെ റിയാലിറ്റിയിൽ ഇരുപ്പുറപ്പിച്ചുകൊണ്ട്, ആ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കതിന്റെ മുകളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇവരെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ, സൈക്കോ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എഫക്റ്റീവ് ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നും തന്നെ വർക്കൗട്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായത്തിലേക്ക് നീങ്ങാവുന്നതുമാണ്. ഇതൊരു വിശ്വാസത്തെ തകർക്കുവാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ആവശ്യമായിട്ട് വന്നേക്കാം. എപ്പോഴാണ്? സ്വയം നിങ്ങൾക്ക് നിയന്ത്രണം എടുക്കാനായിട്ട് പറ്റാത്ത അവസരങ്ങൾ വരുന്ന സമയത്ത്. ആ സമയത്ത് നിങ്ങൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതിൽ അദ്ദേഹത്തിലൂടെ ദൈവികമായിട്ടുള്ള ഊർജം പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളെ കരയിലേക്ക് അടുപ്പിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശിവനെ പോലെ നമ്മളുടെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ തന്നെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ള അവസ്ഥയിലേക്ക്, വിവേകാനന്ദൻ പറഞ്ഞതുപോലെ എന്റെ ശരീരത്തിന്റെ ഏത് ഭാഗം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള ആ ഒരു അർത്ഥത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മുടെ മറ്റു പല വീഡിയോകളെയും പോലെ തന്നെ ഈ ഒരു സംസാരം ഇത് വേണ്ടവരിലേക്ക് എത്തിയെന്നും അവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുകയും ഊർജപ്പെടുത്തുകയും ചെയ്തുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓം ശിവോഹം നമസ്തേ.